+2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വരും കാലഘട്ടങ്ങളിൽ കാണാവുന്നതാണ്. അപ്പോൾ ഒരു A+ ലക്ഷ്യമാക്കി പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്താം. കാരണം നമ്മൾ ഇതിൽ ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ അങ്ങനെയുള്ള തരംതിരിവൊന്നും ഇല്ലാതെ തന്നെയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ചാപ്റ്ററാണ്. ചില ഇയേഴ്സിൽ 8 to 10 മാർക്കിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് ചില വർഷങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഇതിൽ നിന്ന്. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ഒരു ചാപ്റ്റർ കൂടിയാണല്ലോ. നമുക്കിതിൽ സ്ഥിരം വരാറുള്ളതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് 2021 സേ എക്സാമിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് C++ ഡാറ്റ ടൈപ്പ് ഡസ് നോട്ട് റിക്വയർ എനി മെമ്മറി സ്പേസ്. അപ്പോൾ നമുക്കറിയാം ക്യാറിനാണെങ്കിലും ഇൻറ്റിനാണെങ്കിലും ഫ്ലോട്ടിനാണെങ്കിലും മെമ്മറി വേണം. ആൻഡ് ആൻസർ ഇസ് വോയിഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ കീവേഡ് വിത്ത് 1 എക്സാമ്പിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ റിസർവ്ഡ് വേർഡ്സ് ആണ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ. കമ്പൈലറുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ മീനിങ് ഉള്ള വേർഡ്സ് ആണ് നമ്മുടെ കീവേഡ്സ്. എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇഫ്, ഫോർ, ബ്രേക്ക്, സ്വിച്ച് അങ്ങനെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. കുറേ കീവേഡ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെ 2021 സേ ഐഡന്റിഫൈ ആൻഡ് കറക്റ്റ് ദ എറേഴ്സ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കാണാം സീനിൻ്റെ കൂടെ യൂസ് ചെയ്തേക്കുന്ന ഓപ്പറേറ്റർ. അപ്പോൾ അത് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ ആണ് സീനിൻ്റെ കൂടെ ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ആൻസറിൽ നോക്കാം. സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ xi അങ്ങനെയാണ് കൊടുക്കണ്ടേ. രണ്ടാമത്തെ ആണെങ്കിൽ അവിടെയും തിരിഞ്ഞു പോയിട്ടുണ്ട്. ദാറ്റ് സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ xi. രണ്ടിൻ്റെ അറ്റത്ത് സെമിക്കോളം കൂടി വേണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് C++ കോഡ്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ വർക്കിങ്ങിൽ വെച്ചിട്ട് ആദ്യം i = 1 ആണ്. എന്നിട്ട് i less than or equal to 2 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം 1 less than 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയി കഴിയുമ്പോൾ ഫോർ ലൂപ്പിൻ്റെ അകത്തേക്ക് കയറി ഒരു പ്രാവശ്യം ഇൻ വെൽക്കം എന്ന് ആദ്യം പ്രിന്റ് ചെയ്യും. അതിനുശേഷം നേരെ ++i പോകും. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആവും. 2 less than or equal to 2 വീണ്ടും ട്രൂ ആണ്. ദാറ്റ് മീൻസ് ഇൻ വെൽക്കം ഒരു പ്രാവശ്യം കൂടി പ്രിന്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വെൽക്കം 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. അതാണ് നമ്മുടെ ആൻസർ. ഫൈൻ. അപ്പോൾ 2021 സേയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം ആണ് ചോദിച്ചേക്കുന്നത്. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസിക് സ്ട്രക്ചർ. നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ. യൂഷ്വലി നമ്മളവിടെ IO സ്ട്രീം ആയിരിക്കും യൂസ് ചെയ്യുക ഹെഡർ ഫയലിനവിടെ. പിന്നെ യൂസിങ് നെയിം സ്പേസ് ഐഡന്റിഫയർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ പ്രോഗ്രാമിൽ STD ആണ് യൂസ് ചെയ്യുക. ദെൻ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുക. ഇതാണ് C++ന്റെ ബേസിക് സ്ട്രക്ചർ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് ഒപ്പിക്കാം. കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. ഇപ്പോൾ സേ എക്സാമിൽ ഈ ലേറ്റസ്റ്റ് എക്സാമിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു കോഡ് തന്നെ ഒരു ഫോർ ലൂപ്പിൻ്റെ ഈ കോഡിനെ നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ട് എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതുന്നത് നോക്കാം. i = 1 എന്നുള്ളത് നമ്മൾ while ആകുമ്പോഴത്തേക്കും int i = 1 എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊടുത്തു. then while i less than or equal to 5 എന്ന് പറഞ്ഞ കണ്ടീഷൻ. ബോഡി ഓഫ് ദി ലൂപ്പിന്റെ അകത്ത് cout \n i അതേപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും. പക്ഷേ ഫോർ ലൂപ്പിലുള്ള ++i എന്നുള്ള സംഭവം while ലൂപ്പിന്റെ അകത്തായിരിക്കും നമ്മൾ കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് while വെച്ചിട്ട് നമ്മൾ എഴുതുക. രണ്ടാമത്തെ റൈറ്റ് ദ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് നിങ്ങൾ ഈ ഫോർ ലൂപ്പ് തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം i = 1 ആകുമ്പോഴത്തേക്കും i less than 5 ആണ്. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും, അതായത് 1 പ്രിന്റ് ചെയ്യും. പിന്നെ ++i എന്ന് പറയുമ്പോഴത്തേക്കും ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 2 ആവും. 2 less than 5 ആണ്, ട്രൂ ആണ്. പിന്നെയും സെക്കൻഡ് കേസിൽ i പ്രിന്റ് ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം 2 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു \n യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോൾ ന്യൂ ലൈനിലായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പോൾ ആദ്യം 1 പ്രിന്റ് ചെയ്യും, പിന്നെ 2 പ്രിന്റ് ചെയ്യും. ഇത് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആവണ വരെ, അതായത് 3, 4, 5 വരെ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും.
1 2 3 4 5 താഴേക്കായിരിക്കും പ്രിന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ കീവേഡ് ഫ്രം ദ ഫോളോയിങ്. ഏരിയ, ടോട്ടൽ, ബ്രേക്ക്, സ്റ്റാർട്ട്. നമ്മൾ കുറച്ചെങ്കിലും പ്രോഗ്രാംസ് ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്കറിയാം ആൻസർ ഇസ് ബ്രേക്ക്. നെയിം എനി 4 ടോക്കൺസ്. മാർച്ചിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 4 ടോക്കൺസ് എന്ന് പറഞ്ഞാൽ കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് പങ്ക്ച്വേറ്റേഴ്സ്. അങ്ങനെ 5 നമുക്ക് ഉള്ളത്. അതിൽ 4 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 ഓർത്തിരിക്കുക കൃത്യമായിട്ട്. വേണമെങ്കിൽ ഒരു എസ് ഒക്കെ ആയിട്ട് ടോക്കൺസ് മാത്രമായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് ഭയങ്കര ഈസിയാണ്. ഫോർ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിൻടാക്സ്. ഇതോടൊപ്പം തന്നെ വൈൽ ലൂപ്പിന്റെയും ഡു വൈൽ ലൂപ്പിന്റെയും സിൻടാക്സും കൂടി കാണാതെ പഠിച്ചു വെക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള C++ പ്രോഗ്രാം ആണിത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ സ്ട്രക്ചറിൽ കണ്ട പോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം std യൂസ് ചെയ്യുന്നു ഇൻ മെയിൻ. അത് കഴിഞ്ഞ് നമുക്ക് 2 നമ്പേഴ്സിന് വേണ്ടിയിട്ട് എയും ബിയും ഡിക്ലെയർ ചെയ്തു. അത് ആഡ് ചെയ്തിടാൻ വേണ്ടി സം യൂസ് ചെയ്തു. സി ഔട്ട് എൻ്റെ 2 നമ്പേഴ്സ്. ആ 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നത് എയിലേക്കും ബിയിലേക്കുമാണ്. അതിനാണ് സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ എ ഇൻപുട്ട് ഓപ്പറേറ്റർ ബി യൂസ് ചെയ്തത്. ആ ഇൻപുട്ട് ചെയ്ത നമ്പറിനെ രണ്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി എ പ്ലസ് ബി, എന്നിട്ട് അത് അസൈൻ ചെയ്തേക്കുന്നത് സം എന്നും പറഞ്ഞ വേരിയബിളിലാണ്. അപ്പോൾ നമുക്ക് ആഡഡ് റിസൾട്ട് സമ്മിൽ കിട്ടി. എന്നിട്ട് ആഡ് റിസൾട്ട് എന്ന് പറഞ്ഞ അവസാനം അത് പ്രിന്റ് ചെയ്തു. ഓക്കെ, വളരെ സിമ്പിൾ പ്രോഗ്രാം ആണ്. അപ്പോൾ ഇതുവരെ ഇത് പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് എഴുതി നോക്കുക, ഒന്ന് എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും. ഗിവൺ എ C++ കോഡ്. ഇതും 2020 മാർച്ചിൽ തന്നെ വന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇഫ് n ഈക്വൽസ് ടു L, സി ഔട്ട് ടേൺ ലെഫ്റ്റ്. എൽസ് ഇഫ് n ഈക്വൽ ടു R, സി ഔട്ട് ടേൺ റൈറ്റ്. എൽസ് സി ഔട്ട് ഗോ സ്ട്രേറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഇഫ് വാല്യൂ ഓഫ് n ഇസ് R. നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം n R ആണെങ്കിൽ ആൻസർ ടേൺ റൈറ്റ് എന്നായിരിക്കും. സോ അങ്ങനെ. രണ്ടാമത്തത് NS ആണെങ്കിൽ, L ആണെങ്കിൽ ടേൺ ലെഫ്റ്റ്, R ആണെങ്കിൽ ടേൺ റൈറ്റ്. ഇതൊന്നും അല്ല എന്നാണെങ്കിൽ ഗോ സ്ട്രേറ്റ്. അപ്പോൾ നമ്മൾ S ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കുള്ള ആൻസർ ഗോ സ്ട്രേറ്റ് എന്നായിരിക്കും. ഇനി റീറൈറ്റ് ദ കോഡ് യൂസിങ് സ്വിച്ച് കേസ്. സ്വിച്ച് കേസ് വെച്ച് റീറൈറ്റ് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. സ്വിച്ച് ഓഫ് n ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേരിയബിൾ ആയിട്ട്. സോ സ്വിച്ച് ഓഫ് n. കേസ് L ആണെങ്കിൽ സി ഔട്ട് ടേൺ ലെഫ്റ്റ് ബ്രേക്ക്. കേസ് R ആണെങ്കിൽ സി ഔട്ട് ടേൺ റൈറ്റ് ബ്രേക്ക്. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് സി ഔട്ട് ഗോ സ്ട്രേറ്റ്. ഇതാണ് സ്വിച്ച് വെച്ചിട്ട് എഴുതുന്നത്. സ്വിച്ച് വെച്ച് എഴുതുന്നത് മിക്കവാറും ഒക്കെ തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഐഡിയ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. വാട്ട് ഇസ് എ ടോക്കൺ ഇൻ C++? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ടോക്കൺസ് ഒരു പ്രോഗ്രാമിലെ സ്മോളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അത് നമുക്ക് 5 ഉണ്ട്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ആ പേര് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇൻ C++? ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് കുറേ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളതിൽ ഒരു ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോഗ്രാം കൺട്രോൾ ഒരു ലൂപ്പിന്റെ അകത്തുനിന്ന് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക്. ബ്രേക്ക് ലൂപ്സിലും അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലുമാണ് സാധാരണ യൂസ് ചെയ്യുക. റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. ഇത് ഫോർ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിൽ ആകെയുള്ളത് വൈൽ I less than 10 സം ഈക്വൽ ടു ബോഡി ഓഫ് ദി ലൂപ്പ് നിങ്ങൾ നോക്കുക. I ഈക്വൽ ടു I+1 സി ഔട്ട് സം. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ ജസ്റ്റ് ഒന്ന് നോക്കുക. 2 ഇനിഷ്യലൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോർ സം ഈക്വൽ ടു 0 കോമ I ഈക്വൽ ടു 0. ഫോർ ലൂപ്പിൽ ഇനിഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് എക്സ്പ്രഷനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെമിക്കോളം കൊടുക്കും. പക്ഷെ 2 ഇനിഷ്യലൈസേഷൻ വരുമ്പോൾ നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യും. അതാണ് ഫോർ സം ഈക്വൽ ടു 0 I ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തേക്കണേ. ഇപ്പോൾ ബോഡി ഓഫ് ലൂപ്പിലുള്ളത് സം ഈക്വൽ ടു സം പ്ലസ് I ആണ്. വൈലിലുള്ളത് അത് തന്നെയാണ് ഫോറിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ കണ്ടീഷൻ നിങ്ങൾക്ക് നോക്കി കാണാം. വൈൽ I less than 10 അത് നമ്മൾ ഫോറിന്റെ കണ്ടീഷൻ കൊടുക്കുന്ന സ്ഥലത്ത് കൊടുത്തു. അതുപോലെ തന്നെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ I ഈക്വൽ ടു I+1 എന്നാണ് വൈൽ ലൂപ്പിന്റെ അകത്ത് കിടക്കുന്നത്. ഫോർ ലൂപ്പിൽ നമ്മൾ അത് അകത്ത് കൊടുക്കില്ല. ഫോർ ലൂപ്പിൽ ഏറ്റവും അറ്റത്തായിട്ട് നമ്മൾ അപ്ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കും. ബാക്കിയൊക്കെ സെയിം ആണ്. വളരെ സിമ്പിൾ ആണ്. രണ്ടിന് സിൻടാക്സ് ഒന്ന് കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ സാധിക്കും. What is an entry control loop in C++? Write the syntax of any one entry control loop. ഇപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പ്രാവശ്യം പോലും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും എന്ന് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ലൂപ്പാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ എൻട്രി കൺട്രോൾഡ് ആണ്. കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ അതിനകത്തേക്ക് കേറുള്ളൂ. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അതിനകത്തേക്ക് കേറും. കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ പിന്നെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ലല്ലോ. അതുകൊണ്ടാണ് നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് ദ ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ആണ്. പിന്നെ സിന്റാക്സ് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും ഈസിയർ ആയിട്ടുള്ള സിന്റാക്സ് ഫോർ ലൂപ്പിന്റെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് തന്നെയാണ് ഞാൻ ഇവിടെ വീണ്ടും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇത് കുറച്ച് നേരത്തെ കണ്ടതാണ്. ഫോർ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ബോഡി. എന്നിരുന്നാലും വൈൽ ലൂപ്പിന്റെ സിന്റാക്സും ഡു വൈൽ ലൂപ്പിന്റെ സിന്റാക്സും കൃത്യമായിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നമുക്കൊരു ഫോർ ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ലൂപ്പ് വന്നു കഴിഞ്ഞാലും ആ ലൂപ്പിൽ നമുക്ക് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്ന ലൂപ്പിൽ നിന്ന് അതെല്ലാം ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ട് ഈക്വൽസ് ടു 1 ആണ് നമ്മുടെ ഇനിഷ്യലൈസേഷൻ. രണ്ടാമത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് അതിൽ നോക്കി കാണാം. കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. മൂന്നാമത്തത് ബോഡി ഓഫ് ദി ലൂപ്പ്. ബോഡി ഓഫ് ദി ലൂപ്പ് ആ ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്നതാണ്. ദാറ്റ് ഈസ് സം ഈക്വൽ ടു സം പ്ലസ് കൗണ്ട്. പിന്നെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആണ്. അപ്ഡേറ്റ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഏറ്റവും അറ്റത്ത് കിടക്കുന്നതാണെന്ന് അറിയാം. ദാറ്റ് ഈസ് കൗണ്ട് പ്ലസ് പ്ലസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻ C++ ഇസ് ഡാഷ്. 19ലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇൻപുട്ട് ഓപ്പറേറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് ഗ്രേറ്റർ ദാൻ സൈനിനെ ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് ഇൻപുട്ട് ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുക. അതിനെ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട്. ഓക്കെ. ലിസ്റ്റ് ദ ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++. നമ്മൾ 4 നമ്മൾ C++ ടൈപ്പ് മോഡിഫയേഴ്സ് ആയിട്ട് പഠിക്കണേ. ഒന്ന് സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. ഈ പേര് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതേപോലെ ടൈപ്പ് മോഡിഫയറും എന്താണെന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നിങ്ങൾ ഈ കോഡിൽ നോക്കിയാൽ കാണാം, ഒരു ഫോർ ലൂപ്പിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ, പിന്നെ ബോഡി ഓഫ് ദി ലൂപ്പ്, അതെല്ലാം ഇതിനകത്ത് ഉണ്ട്. അതായത് ഫോർ ലൂപ്പിന്റെ ഇനിഷ്യലൈസേഷൻ ആണ് x ഈക്വൽ ടു 1 ഇവിടെ കിടക്കുന്നത്. ഈ സി ഔട്ട് എക്സ് എന്നുള്ളത് ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമ്മുടെ അപ്ഡേറ്റ് വരും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷൻ വരും. പിന്നെ ഗോ ടു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോ ടു ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നേരെ അതിലേക്ക് വീണ്ടും പോകുന്നത് ഫോർ ലൂപ്പ് വരെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗോ ടു സ്റ്റാർട്ട് കൊടുത്തേക്കുന്നത്. ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് എന്നെ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഫോർ ഇനിഷ്യലൈസേഷൻ, അതായത് എക്സ് ഈക്വൽ ടു 1, പിന്നെ കണ്ടീഷൻ, പിന്നെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ. എന്നിട്ട് അതിൻ്റെ അകത്ത് ബോഡി ഓഫ് ദി ലൂപ്പ് നമ്മുടെ സി ഔട്ട് എക്സ്. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസിയാണ്. കമ്പയർ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽസ് ആൻഡ് സ്വിച്ച്. ഒരു ബോക്സ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. സ്വിച്ചിൽ കറക്റ്റ് ഈക്വൽ ആയിട്ടുള്ള കണ്ടീഷൻസ് മാത്രമാണ് ചെക്ക് ചെയ്യാം. അതേസമയം ഇഫ് എൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം റിലേഷണൽ എക്സ്പ്രഷൻസ് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് എ ഗ്രേറ്റർ ദാൻ ബി, അല്ലെങ്കിൽ ഇഫ് എ ലെസ് ദാൻ സി എന്നുള്ള രീതിയിലുള്ള റിലേഷണൽ എക്സ്പ്രഷൻ നമ്മൾ ഇഫ് എൽസിൽ യൂസ് ചെയ്യും. സ്വിച്ചിൽ പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മളൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. അതേസമയം ഇഫ് എൽസിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് പോയിക്കോളും. സ്വിച്ചിൽ മൂന്നാമത്തെ നോക്കുക നിങ്ങൾ, എല്ലാ കണ്ടീഷൻസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കും. ഇഫ് എൽസ് ഇഫിലാണെങ്കിൽ ഇഫ് എൽസ് ഇഫ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ അവസാനം ഒരു കണ്ടീഷൻ ട്രൂ ആയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു എൽസ് പാർട്ട് കൊടുക്കും. അപ്പോൾ അതിലുള്ള സംഭവം വർക്ക് ചെയ്യും. അപ്പോൾ ഈ 3 കമ്പാരിസൺസ് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഡിഫൈൻ ജംപ് സ്റ്റേറ്റ്മെന്റ്സ്, എക്സ്പ്ലെയിൻ എനി ടു. ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോളിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജമ്പ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് വിടുന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് ജംപ് സ്റ്റേറ്റ്മെന്റ്. അപ്പം നമുക്ക് 4 ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്: റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. അതിൽ രണ്ടെണ്ണം നമുക്ക് നോക്കാം. ഒന്ന് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പിന്റെ അകത്ത് നിന്ന് ഇമ്മീഡിയറ്റ്ലി പുറത്തേക്ക് പ്രോഗ്രാം കൺട്രോൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രേക്ക്. ബ്രേക്ക് ലൂപ്സിലും സ്വിച്ചിലും യൂസ് ചെയ്യും. പിന്നെയുള്ള കണ്ടിന്യൂ ആണ്. അതായത് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു ലൂപ്പിന്റെ അകത്ത് കൺട്രോൾ, അതായത് എന്താണ് നടക്കുന്നത് അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലൂപ്പിന്റെ അടുത്ത സെക്ഷനിലേക്ക് പോകും. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ലൂപ്പിന്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക.
നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ നെസ്റ്റഡ് ലൂപ്സ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് വേറൊരു ലൂപ്പിന്റെ അകത്ത് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുക. അപ്പൊ നെസ്റ്റിംഗിൽ ഇന്നർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഔട്ടർ ലൂപ്പ് ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് എല്ലാം നമുക്ക് നെസ്റ്റിംഗിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും എല്ലാം തന്നെ റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് വളരെ അത്യാവശ്യം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്ത് ചോദിക്കുക. താങ്ക് യു.